morning. Today we are discussing about the first chapter in the chemistry, that is solid state. So we know the different states of matter, especially solid state, liquid state, gaseous state. Around there are 7 states are there. So we are familiar with the 3 states. In the last year also we studied gaseous state and liquid state detail. So this year the first chapter is solid state. ഇപ്പോൾ ഏതൊരു മാറ്ററിൻ്റെ കേസിലും അതിലെ കൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ അത് ആറ്റംസ് ആവാം, മോളിക്യൂൾസ് ആവാം, അയോൺസ് ആവാം. അപ്പോൾ ഇതിൻ്റെ ഓർഡർ ഓഫ് അറേഞ്ച്മെൻ്റ് ആണ് ഒരു മാറ്ററിൻ്റെ സ്റ്റേറ്റ് ഡിസൈഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ സോളിഡ് സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സോളിഡിൻ്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നോക്കാം നമുക്ക്. ദാറ്റ് ഈസ് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് of solid state. എന്തായിരിക്കും ഒരു സോളിഡ് സ്റ്റേറ്റിന്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഒരു കേസ് നമുക്ക് പറയാം. സോളിഡിന്റെ കേസിൽ ഹാവ് ഡെഫൈനേറ്റ് മാസ്, ഷേപ്പ് ആൻഡ് വോളിയം അല്ലേ. അപ്പോൾ അതൊരു സോളിഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡെഫൈനറ്റ് ഷേപ്പ് ഉണ്ട്, അപ്പോൾ ഒരു വോളിയം ഉണ്ട്, ഡെഫിനറ്റ് മാസ് ഉണ്ട്. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി കൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിളിൻ്റെ ഓർഡർ ഓഫ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് വളരെ ക്ലോസ്ലി പാക്ഡ് ആയിരിക്കും. അപ്പോൾ സെക്കൻഡ് പോയിന്റ് പറയുമ്പോൾ ദ ഇന്റർമോളിക്കുലാർ ഡിസ്റ്റൻസ് ഈസ് ഷോർട്ട് എന്ന് പറയും. ഇന്റർമോളിക്കുലാർ ഡിസ്റ്റൻസ് ഷോർട്ട് ആയിരിക്കും. എന്തുകൊണ്ടായിരിക്കും ഇന്റർമോളിക്കുലർ ഡിസ്റ്റൻസ് ഷോർട്ട് ആവുന്നത്? കാരണം ഇന്റർമോളിക്കുലർ ഫോഴ്സ് വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ അടുത്തൊരു പോയിന്റ് ആയിട്ട് പറയുമ്പോൾ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഈസ് സ്ട്രോങ് എന്ന് പറയും. ഇനി അതേപോലെ ഇപ്പോൾ ഈവൻ സോളിഡിലാണെങ്കിലും കൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് ഹാവ് എ ഫിക്സഡ് പൊസിഷൻസ്. പക്ഷെ ഒരു ഫിക്സ്ഡ് പൊസിഷനിലാണെങ്കിൽ ആ പാർട്ടിക്കിൾ ഒരിക്കലും റെസ്റ്റിലല്ല. അപ്പൊ നമുക്ക് പറയാം ദ പാർട്ടിക്കിൾസ് ഹാവ് ദ ഫിക്സഡ് പൊസിഷൻസ്, ദേ ഓസിലേറ്റ്സ് ഇൻ ദെയർ ഓൺ പൊസിഷൻ എന്ന് പറയാം. ഓസിലേറ്റ്സ് ഇൻ ദെയർ മെയിൻ പൊസിഷൻ എന്ന് പറയും. മെയിൻ പൊസിഷൻ അല്ലെ. പക്ഷെ ആ സമയത്ത് ഒരു ലിക്വിഡിന്റെ കേസിലോ അല്ലെങ്കിൽ ഒരു ഗ്യാഷ്യസ് സ്റ്റേറ്റിന്റെ കേസിലാവുമ്പോൾ അങ്ങനെയല്ല. കാരണം പാർട്ടിക്കിൾസ് ഓൾവേസ് ഇൻ എ റാൻഡം മോഷൻ എന്നൊക്കെ നമ്മൾ പറയാം. പക്ഷെ ഇവിടെ ആവുമ്പോൾ പാർട്ടിക്കിൾസിന് ഒരു ഫിക്സഡ് പൊസിഷൻ ഉണ്ടാവും ആൻഡ് ഓസിലേറ്റ്സ് ഇൻ ദെയർ ഓൺ മെയിൻ പൊസിഷൻ എന്ന് പറയും. അനദർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ സോളിഡ്സ് ആർ റിജിഡ് ആൻഡ് ഇൻകംപ്രസിബിൾ എന്ന് പറയും. ഇൻകംപ്രസിബിൾ. സോളിഡ് റിജിഡ് ആണ്, അതേപോലെ പാർട്ടിക്കിൾസ് വെരി ക്ലോസ്ലി പാക്ഡ് ആയതുകൊണ്ട് തന്നെ സോളിഡ്സ് ആർ ഇൻകംപ്രസിബിൾ എന്നാണ് പറയാം. ഇനി നോക്കുമ്പോൾ നേരത്തെ നമ്മൾ കഴിഞ്ഞ വർഷം സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ പറയുന്ന സമയത്ത് ഇപ്പോൾ ഏതൊരു സബ്സ്റ്റൻസിന്റെ കേസിൽ ഏത് പാർട്ടിക്കിളിന്റെ ഇടയിലും അട്രാക്റ്റീവായ ഇന്റർമോളിക്കുലർ ഫോഴ്സും ഉണ്ടാവും, റിപ്പൾസീവായ ഇന്റർമോളിക്കുലർ ഫോഴ്സും ഉണ്ടാവും. അപ്പോൾ സോളിഡിൽ ഓൾറെഡി പാർട്ടിക്കിൾസ് ക്ലോസ്ലി പാക്ഡ് ആയതുകൊണ്ട് തന്നെ ഫർദർ ആയിട്ട് നമ്മളൊരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അട്രാക്റ്റീവ് ഫോഴ്സിന് പകരം അവിടെ റിപ്പൾസീവ് ഫോഴ്സ് ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ റിപ്പൾസീവ് ഫോഴ്സ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും പാർട്ടിക്കിൾ ഒരിക്കലും അടുത്ത് വരില്ല. അതുകൊണ്ട് തന്നെ സോളിഡിനെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കംപ്രസ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ ഇൻകംപ്രസിബിൾ എന്നാണ് പറയാം. ഇതാണൊരു സോളിഡ് സ്റ്റേറ്റിന്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനിയും ഇപ്പോൾ സോളിഡിൽ തന്നെ 2 ടൈപ്പ് സോളിഡ്സ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നേരത്തെ ലാസ്റ്റ് ഇയറിൽ നമ്മൾ പല ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോഴും പല കോമ്പൗണ്ടിന്റെ പ്രോപ്പർട്ടി പറയുന്നിടത്ത് സം സോളിഡ്സ് ആർ ക്രിസ്റ്റലൈൻ ആൻഡ് സം സോളിഡ്സ് ആർ അമോർഫസ്. ഈ 2 ടേം നമ്മൾ ഓൾറെഡി ഫെമിലിയർ ആണ്, കാരണം കഴിഞ്ഞ വർഷത്തെ ചില ടോപ്പിക്കിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ് സോളിഡ് എന്താണെന്ന് നോക്കാം. ക്രിസ്റ്റലൈൻ സോളിഡ് ആൻഡ് amorphous solids very important in the point board exam point of view important ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സാധാരണയായിട്ട് ഡിഫറൻസ് ചോദിക്കുന്നതാണ്.
ക്രിസ്റ്റലൈനും അതേപോലെ അമാർഫസ് സോളിഡ്. ഇവിടെ ക്രിസ്റ്റലൈൻ സോളിഡ് 2 കോളം വരയ്ക്കാം. ഫസ്റ്റില് ക്രിസ്റ്റലൈൻ സോളിഡ്, ഹിയർ ഈസ് ദ അമാർഫസ് സോളിഡ്. ഇതൊരു ഫിസിക്കൽ അപ്പിയറൻസിനനുസരിച്ചല്ല ഒരു സോളിഡ് ക്രിസ്റ്റലൈൻ ആണോ അല്ലെങ്കിൽ അമാർഫസ് ആണോ എന്ന് നമ്മൾ ഡിവൈഡ് ചെയ്യാം. നമ്മൾ കണ്ടിട്ട് പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു സോളിഡ് ക്രിസ്റ്റലൈൻ ആണെന്നോ അല്ലെങ്കിൽ അത് അമാർഫസ് സോളിഡ് ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് അത് ക്രിസ്റ്റലൈൻ ആണോ അമാർഫസ് ആണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നതെന്നാൽ അതിലുള്ള കൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിളിന്റെ ഓർഡർ ഓഫ് അറേഞ്ച്മെന്റിനെ ബേസ് ചെയ്ത് മാത്രം. ഇപ്പൊ നോക്കൂ, ക്രിസ്റ്റലൈൻ സോളിഡിന് എക്സാമ്പിൾ പറയുമ്പോൾ സോഡിയം ക്ലോറൈഡ് NaCl, സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലൈൻ സോളിഡ്. അതുപോലെ മെറ്റൽസ് പറയും, ഇപ്പോൾ കോപ്പർ, അതുപോലെ സിൽവർ, ഗോൾഡ് എക്സെട്ര. അതുപോലെ അനദർ എക്സാമ്പിൾ കോഡ്സ് നമ്മൾ കഴിഞ്ഞ വർഷം പി ബ്ലോക്ക് എടുത്ത സമയത്ത് നമ്മൾ പറഞ്ഞാണ് സിലിക്കയുടെ ക്രിസ്റ്റലൈൻ ഫോം പറഞ്ഞെടുത്ത് കോഡ്സ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി അമാർഫസ് സോളിഡിന്റെ എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ റബ്ബർ ഇസ് ആൻ അമാർഫസ് സോളിഡ് ആണ്, റബ്ബർ. അതുപോലെ പ്ലാസ്റ്റിക്സ്, അതുപോലെ ഗ്ലാസ്, ഇതൊക്കെ അമാർഫസ് സോളിഡിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ ഇനി ക്രിസ്റ്റലൈൻ സോളിഡും അമാർഫസ് സോളിഡും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇപ്പൊ ഫസ്റ്റ് പോയിന്റ്, ക്രിസ്റ്റലൈൻ സോളിഡ്സ് ഹാവ് ക്യാരക്ടറിസ്റ്റിക് റെഗുലർ ജോമെട്രി എന്ന് പറയും. ക്യാരക്ടറിസ്റ്റിക് റെഗുലർ ജോമെട്രി എന്ന് പറയുമ്പോൾ ഒരു ക്രിസ്റ്റലൈൻ സോളിഡിലെ കൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസിന് ഒരു റെഗുലർ ഓർഡർ ഓഫ് അറേഞ്ച്മെന്റ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഒരു ഓർഡർ ഓഫ് അറേഞ്ച്മെന്റ് ഇല്ല എങ്കിൽ നമ്മൾ പറയാം അതൊരു അമാർഫസ് സോളിഡ് ആണ്. അപ്പോൾ അമാർഫസ് സോളിഡ് ഹാവ് ഇറഗുലർ ജോമെട്രി എന്ന് പറയാം. ഇറഗുലർ ജോമെട്രി. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്രിസ്റ്റലൈൻ ആൻഡ് അമാർഫസ് സോളിഡ്. ദെൻ നെക്സ്റ്റ് പോയിന്റിൽ ഈ ക്രിസ്റ്റലൈൻ സോളിഡിൽ ഇപ്പോൾ എൻറ്റയർ ക്രിസ്റ്റൽ ഹാവ് ദ സെയിം ഓർഡർ ഓഫ് അറേഞ്ച്മെന്റ്. അപ്പോൾ നമ്മൾ പറയും ക്രിസ്റ്റലൈൻ സോളിഡ്സ് ഹാവ് ലോങ് റേഞ്ച് ഓർഡർ എന്ന് പറയാം. ലോങ് റേഞ്ച് ഓർഡർ എന്ന് പറഞ്ഞാൽ എൻറ്റയർ ഇപ്പോൾ ഒരു പാർട്ടിക്കിൾ ക്യൂബിക്കൽ അറേഞ്ച്മെന്റ് ആണെങ്കിൽ ആ എൻറ്റയർ ക്രിസ്റ്റലിലും ആ ഓർഡർ ഓഫ് അറേഞ്ച്മെന്റ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പക്ഷെ ആ സമയത്ത് അമാർഫസ് സോളിഡിലാണെങ്കിൽ ഷോർട്ട് റേഞ്ച് ഓർഡർ ഉണ്ടാവും. ഷോർട്ട് റേഞ്ച് ഓർഡർ, അതാണ് അനദർ ഡിഫറൻസ്. ഇനി തേർഡ് ഡിഫറൻസ് പറയുമ്പോൾ ഒരു ക്രിസ്റ്റലൈൻ സോളിഡിന്റെ മെൽറ്റിംഗ് പോയിന്റ് കമ്പയർ ചെയ്യും, അമാർഫസ് സോളിഡ് വെച്ച് കമ്പയർ ചെയ്യാന്ന് വിചാരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സോഡിയം ക്ലോറൈഡിന്റെ മെൽറ്റിംഗ് പോയിന്റ് നമ്മൾ മെൽറ്റ് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്, അതായത് ആ പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ സോഡിയം ക്ലോറൈഡ് കംപ്ലീറ്റ് അങ്ങ് മെൽറ്റ് ചെയ്യും. പക്ഷെ ആ സമയത്ത് നമ്മളൊരു റബ്ബറിന്റെ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ പീസ് എടുത്ത് നമ്മളൊന്ന് ഹീറ്റ് ചെയ്യാന്ന് വിചാരിക്കാം, നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ മെല്ലെ മെല്ലെ, അതായത് ജസ്റ്റ് ഇങ്ങനെ ഉരുകി ഒലിക്കുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. അതായത് ഒരു ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യില്ല, കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ വരില്ല, ഒരു അമാർഫസ് സോളിഡിൽ ഉണ്ടാകും. അപ്പൊ മെൽറ്റിംഗ് പോയിന്റ് കേസ് പറയുമ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ഹാവ് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയാം. ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്. പക്ഷെ ആ സമയത്ത് അമാർഫസ് സോളിഡിൽ എന്ത് ഉണ്ടാവുള്ളൂ, റേഞ്ച് ഓഫ് മെൽറ്റിംഗ് പോയിന്റ്. റേഞ്ച് ഓഫ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പോളിമറിലെ പോളിത്തീൻ്റെ മെൽറ്റിംഗ് പോയിന്റ് ഒക്കെ പറയുമ്പോൾ ഇപ്പോൾ 90 to 95 അങ്ങനെ നമ്മൾ പറയുള്ളൂ. റേഞ്ച് ആയിട്ട് മാത്രമേ നമുക്ക് ഒരു പ്ലാസ്റ്റിക്കിന്റെ മെൽറ്റിംഗ് പോയിന്റ് പറയാൻ പറ്റുള്ളൂ. ഇനി ഒരു ക്രിസ്റ്റലൈൻ സോളിഡും അമാർഫസ് സോളിഡിന്റെ ക്ലീവേജിനകത്ത് നമുക്ക് ഡിഫറൻസ് കാണാൻ പറ്റും. അതിപ്പോൾ ഒരു സോഡിയം ക്ലോറൈഡിന്റെ ക്രിസ്റ്റൽ നമ്മൾ എടുത്ത് നല്ല ഷാർപ്പ് എഡ്ജ് ടൂൾ കൊണ്ട് കട്ട് ചെയ്യാൻ വിചാരിക്കാം. അപ്പൊ എന്ത് ചെയ്യുന്നു, other two pieces are obtained. ഇനി ആ പുതുതായിട്ടുണ്ടായ പീസിന്റെ സർഫസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല സ്മൂത്ത് ആൻഡ് റെഗുലർ സർഫസ് ആയിരിക്കും കിട്ടുക. പക്ഷെ ആ സമയത്ത് നിങ്ങൾ നോക്കുമ്പോൾ ഒരു റബ്ബർ, ഒരു എറേസറിന്റെ പീസ് എടുത്ത് നല്ല ഷാർപ്പ് എഡ്ജ് ടൂൾ വെച്ച് നമ്മൾ കട്ട് ചെയ്യാൻ വിചാരിക്കാം. പക്ഷെ എത്ര ഷാർപ്പ് എഡ്ജ് ടൂൾ വെച്ച് കട്ട് ചെയ്താലും നമുക്ക് കിട്ടുന്ന ആ സർഫസ് ഒരിക്കലും എന്താവില്ല, റെഗുലർ ആയി. കാരണം അതിനകത്ത് നമുക്ക് ഇങ്ങനെ ഇറഗുലാരിറ്റി എന്തായാലും ഒബ്സർവ് ചെയ്യാൻ പറ്റും. അത് നമുക്കിപ്പോൾ എക്സാമ്പിൾ പറയണ, ഇപ്പോൾ പുതുതായിട്ട് കട്ട് ചെയ്തൊരു ഗ്ലാസ് ഷീറ്റ് എടുത്താൽ
ആ ഗ്ലാസിന്റെ എഡ്ജ് നമ്മൾ ഒബ്സർവ് ചെയ്താലും നമുക്ക് കാണാൻ പറ്റും, ഇങ്ങനെ കുണ്ടുകുഴിയായിട്ട്. അതായത് ഒരിക്കലും സ്മൂത്ത് സർഫസ് ഒരു ക്ലീവേജ് പ്രോപ്പർട്ടി കാണിക്കൂല എന്നർത്ഥം. അപ്പൊ ഇവിടെ ഉണ്ടാവുക വെൻ ക്ലീവ്ഡ് വിത്ത് ഷാർപ്പ് എഡ്ജ്ഡ് ടൂൾ, ഇൻ ദ കേസ് ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ് സ്മൂത്ത് ആൻഡ് റെഗുലർ സർഫസസ് ആയിരിക്കും ഉണ്ടാവുക. അതായത് ക്ലീവേജ് പ്രോപ്പർട്ടിയിലാണ് നമ്മൾ ഈ പറയുന്നത് കേട്ടോ. സ്മൂത്ത് ആൻഡ് റെഗുലർ സർഫസ് ഒബ്റ്റെയിൻ. ആ സമയത്ത് അമാർഫസ് സോളിഡിൽ വരുമ്പോൾ അതെന്തായിരിക്കും? ഇറഗുലർ സർഫസ് ഉണ്ടാവും. ഇറഗുലർ സർഫസ്. ദാറ്റ് ഈസ് ദ ക്ലീവേജ് പ്രോപ്പർട്ടി ഡിഫറൻസ് ക്രിസ്റ്റലൈൻ ആൻഡ് അമാർഫസ് സോളിഡ്. ഇനി ഈ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ് ആർ ദി ട്രൂ സോളിഡ്സ് എന്ന് പറയും. ശ്രദ്ധിക്കണേ, ട്രൂ സോളിഡ്സ് എന്ന് പറയുന്നത് ക്രിസ്റ്റലൈൻ സോളിഡ് ആണ്. പക്ഷെ ആ സമയത്ത് അമാർഫസ് സോളിഡ്സ് നമ്മൾ പറയാം സ്യൂഡോ സോളിഡ്സ്, സ്യൂഡോ സോളിഡ് ഓർ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് എന്നാ പറയാം. സൂപ്പർ കൂൾഡ് ലിക്വിഡ്. അതായത് അമാർഫസ് സോളിഡിന് ഒരു ലിക്വിഡ് പ്രോപ്പർട്ടി ഉണ്ട്. ഇപ്പൊ നേരത്തെ നമ്മൾ ലാസ്റ്റ് ഇയറിൽ ഗ്യാഷ്യസ് സ്റ്റേറ്റ്, സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ പിന്നെ ഒരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ദ ഓൾഡ് വിൻഡോ ഗ്ലാസ് പാൻസ് ബിക്കം തിക്കർ അറ്റ് ദി ബോട്ടം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതിന് നമ്മൾ എക്സ്പ്ലനേഷൻ പറഞ്ഞിരുന്നത്, അതായത് ഗ്ലാസ് ഒരു അമാർഫസ് സോളിഡ് ആണ്, അതിനൊരു ഫ്ലോയിങ് ടെൻഡൻസി ഉണ്ട്. അപ്പോൾ കുറെ കാലങ്ങൾ കഴിയുമ്പോൾ ക്രമേണ അതിങ്ങനെ ഫ്ലോ ചെയ്ത് അതിന്റെ ബോട്ടം പോർഷൻ ബൾജ് ചെയ്ത് വരും, നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ റീസൺ അതിനെല്ലാം അന്നേരം നമ്മൾ പറഞ്ഞിരുന്നു, അതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ നമുക്ക് സെക്കൻഡ് ഇയറിൽ പഠിക്കാനുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അതേ കേസ് തന്നെയാണ്, ഒരു സൂപ്പർ കൂൾഡ് ലിക്വിഡ് ആയിട്ടാണ് നമ്മൾ അമാർഫസ് സോളിഡിനെ കൺസിഡർ ചെയ്യുന്നത്. ഇനി ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ അനൈസോട്രോപിക്. ശ്രദ്ധിക്കണേ, അനൈസോട്രോപിക് എന്താന്ന് പറയാം. വെറാസ് അമാർഫസ് സോളിഡ്സ് ആർ ഐസോട്രോപിക് എന്നാണ് പറയുന്നത്. ആണ് അനദർ ഡിഫറൻസ്. അനൈസോട്രോപ്പി എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്രിസ്റ്റലൈൻ പറയുമ്പോൾ ഇറ്റ്സ് ആൻ അനൈസോട്രോപിക് ആണ്, വെറാസ് അമാർഫസ് സോളിഡ്സ് ആർ ഐസോട്രോപിക് എന്ന് പറയും. അപ്പൊ എന്തായിരിക്കും വാട്ട് ഈസ് മീൻ ബൈ ദ അനൈസോട്രോപിക്? ഇവിടെ ഈ ഡിസ്കസ് ചെയ്യുക സാധാരണയായിട്ട് നമ്മുടെ ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്രിസ്റ്റലൈൻ സോളിഡും അതേപോലെ അമാർഫസ് സോളിഡും നമ്മൾ പഠിച്ചിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസും കൂടിയാണ് കേട്ടോ. ഇനി എന്താണ് അനൈസോട്രോപ്പി നോക്കാം. അതായത് ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ലൈക്ക് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. സപ്പോസ് ഇഫ് യു ആർ മെഷറിംഗ് ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ലൈക്ക് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഒരു ക്രിസ്റ്റലൈൻ സോളിഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു റെഗുലർ ഓർഡർ ഓഫ് അറേഞ്ച്മെന്റ് അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. അതാണല്ലോ ക്രിസ്റ്റലൈൻ സോളിഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് മെഷർ ചെയ്യുമ്പോൾ ഡിഫറെന്റ് വാല്യൂസ് ആർ ഒബ്റ്റെയിൻഡ് ഇൻ ദ ഡിഫറെന്റ് ഡയറക്ഷൻ എന്നാ പറയാം. ക്രിസ്റ്റലൈൻ സോളിഡില് ഈ പറയുന്ന ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് അതേപോലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് ഓരോ ഡയറക്ഷനിലും ഡിഫറെന്റ് വാല്യൂസ് ആണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. അപ്പൊ അതിന്റെ റീസൺ ആയിട്ട് പറയുന്നത്, ഒരു ക്രിസ്റ്റലൈൻ സോളിഡിന് ഒരു റെഗുലർ ഓർഡർ ഓഫ് അറേഞ്ച്മെന്റ് ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ഡയറക്ഷനിൽ നോക്കുമ്പോൾ ഉണ്ടാവുന്ന പാർട്ടിക്കിൾസിന്റെ എണ്ണവും അതേ സമയത്ത് ഈ ഡയറക്ഷനിൽ നോക്കുമ്പോൾ ഉണ്ടാകുന്ന പാർട്ടിക്കിൾസിന്റെ എണ്ണവും സെയിം അല്ല. കാരണം ഒരു റെഗുലർ ഓർഡർ ഓഫ് അറേഞ്ച്മെന്റ് കാരണം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആർ ഡിഫറെന്റ് ഇൻ ദ ഡിഫറെന്റ് ഡയറക്ഷൻ. So the physical properties like electrical resistance and the refractive index have different values in the different direction. അതാണ് നമ്മൾ ഈ അനൈസോട്രോപ്പി എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. പക്ഷെ ആ സമയത്ത് അമാർഫസ് സോളിഡിൽ അങ്ങനെ പ്രത്യേകിച്ചൊരു ഓർഡർ ഓഫ് അറേഞ്ച്മെന്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അമാർഫസ് സോളിഡിന് ഇപ്പോൾ ഏത് ഡയറക്ഷൻ നോക്കുമ്പോഴും ഓൾമോസ്റ്റ് സിമിലർ വാല്യൂസ് ആണ് നമുക്ക് കിട്ടുക. ഈ പറയുന്ന ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ വാല്യൂ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ പറയാം അമാർഫസ് സോളിഡ്സ് എന്താന്ന് പറയാ ഐസോട്രോപ്പിക് ആണ്, വെറസ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ അനൈസോട്രോപ്പി എന്ന് പറയും. അപ്പൊ ഇതിന്റെ റീസൺ ഇത്രയേ ഉള്ളൂ. ഈ ഓരോ ഡയറക്ഷനിലും പാർട്ടിക്കിളിന്റെ എണ്ണം ഡിഫറെന്റ് ആവും,
അപ്പൊ മെഷർ ചെയ്യുന്ന വാല്യൂ എന്ത് തന്നെയായിരിക്കും, ഓരോ ഡയറക്ഷനിലും ഡിഫറെന്റ് ആയിരിക്കും ഡ്യൂ ടു ദ റെഗുലർ ഓർഡർ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ദ കേസ് ഓഫ് എ ക്രിസ്റ്റലൈൻ സോളിഡ്. ഓക്കെ, ഇനിയും നെക്സ്റ്റ് ഒരു കേസ് എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾ നോക്കുകയും ഏതൊരു സോളിഡ് സബ്സ്റ്റൻസിലും കൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിളിന്റെ ഇന്റർമോളിക്കുലർ ഫോഴ്സ് എന്ന് പറയുന്ന ഒരിക്കലും സെയിം ആവില്ല അല്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് സോഡിയം ക്ലോറൈഡ് ഇറ്റ്സ് എ ക്രിസ്റ്റലൈൻ ആണ്. സോഡിയം ക്ലോറൈഡിലെ കൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് Na+ അയോൺസ് ആൻഡ് Cl- അയോൺസ്. പക്ഷെ സമയത്ത് ഐസ്, ഇപ്പോൾ ഐസ് എന്ന് പറയുമ്പോൾ വാട്ടറിന്റെ സോളിഡ് ഫോമാണ്, ക്രിസ്റ്റലൈൻ ഫോമാണ്. അതിലെ കൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് H2O മോളിക്യൂൾസ് ആണ്. പക്ഷെ ആ H2O മോളിക്യൂളിന്റെ ഇടയിലുള്ള ഇന്റർമോളിക്കുലർ ഫോഴ്സും സോഡിയം ക്ലോറൈഡിലെ Na+ Cl- അയോൺസിന്റെ ഇടയിലുള്ള ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഒരിക്കലും സിമിലർ അല്ല. അപ്പൊ ഈ ഇന്റർമോളിക്കുലർ ഫോഴ്സിനെ ബേസ് ചെയ്ത് ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ നമുക്ക് ഫർദർ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് ടൈപ്സ് ഓഫ്, നെക്സ്റ്റ് കേസ് ആയിട്ട് പറയുന്നത് ടൈപ്സ് ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറയും. ടൈപ്സ് ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ക്ലാസിഫിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റർമോളിക്കുലർ ഫോഴ്സിനനുസരിച്ച് പാർട്ടിക്കിളിന്റെ കൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിളിന്റെ ഇന്റർമോളിക്കുലർ ഫോഴ്സ് അനുസരിച്ചാണ് നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ ഇറ്റ്സ് ഡിവൈഡഡ് ഇൻ ടു 4 ടൈപ്സ് എന്ന് പറയും. അതിലെ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഈസ് ദ മോളിക്കുലാർ സോളിഡ്സ് എന്ന് പറയും. മോളിക്കുലാർ സോളിഡ്സ്. സെക്കൻഡ് കേസ് നമുക്ക് പറയാം അയോണിക് സോളിഡ്സ് എന്ന് പറയാം. അയോണിക് സോളിഡ്സ്. തേർഡ് കേസ് നമുക്ക് പറയാം മെറ്റാലിക് സോളിഡ്സ്. മെറ്റാലിക് സോളിഡ്സ്. ആൻഡ് ഫോർത്ത് വൺ ഈസ് ദ കോവാലന്റ്. കോവാലന്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ്സ് എന്ന് പറയും. കോവാലന്റ് സോളിഡ്സ് ഓർ നെറ്റ്വർക്ക് സോളിഡ്സ്. നമുക്ക് പേരിലുള്ള പോലെ തന്നെ ഇപ്പോൾ മോളിക്കുലാർ സോളിഡ് എന്ന് പറയുമ്പോൾ കൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസ് ആർ ദി മോളിക്യൂൾസ്. മോളിക്യൂൾസ് അതിപ്പോൾ മോളിക്യൂളിന്റെ കേസ് തന്നെ കോവാലന്റ് ബോണ്ട് എന്ന് പറയുമ്പോൾ പോളാർ കോവാലന്റ് ബോണ്ടുകൾ ഉണ്ട്, അതുപോലെ നോൺ പോളാർ കോവാലന്റ് ബോണ്ടുകൾ. അപ്പൊ ഇവിടെ നമുക്ക് ഈ മോളിക്കുലാർ സോളിഡ് ഇസ് ഫർദർ ഡിവൈഡഡ് ഇൻ ടു 3. കാരണം മോളിക്യൂൾസിന്റെ നേച്ചർ അനുസരിച്ച് തന്നെ നമുക്ക് അതിനെ വീണ്ടും 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ. അപ്പോൾ ഒരു കേസ് നമുക്ക് പറയാം നോൺ പോളാർ. നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്. നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്. നോൺ പോളാറിന് എക്സാമ്പിൾ എങ്ങനെ പറയാം? നോൺ പോളാർ ഇപ്പം കഴിഞ്ഞ വർഷം നമ്മൾ ഇഷ്ടംപോലെ മോളിക്യൂൾസ് പഠിച്ച നോൺ പോളാറിന് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഈവൻ H2 ഹൈഡ്രജൻ, അതുപോലെ Cl2. ആക്ച്വലി ഇപ്പൊ നമുക്കറിയാം H2 Cl2 ഒന്നും നോർമൽ കേസിൽ അതൊന്നും എന്തല്ല, സോളിഡ് ഒന്നല്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ ഏതൊരു സബ്സ്റ്റൻസിനെയും ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് ലിക്വിഡ് ആക്കാൻ പറ്റും, പിന്നെ അതിന് സോളിഡ് ആക്കാം. അപ്പൊ ഒരു സോളിഡ് സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ ഇപ്പൊ H2 അല്ലെങ്കിൽ Cl2 ഒക്കെ സോളിഡ് സ്റ്റേറ്റിൽ നിൽക്കുന്ന സമയത്ത് അതിലുള്ള കൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ H2 മോളിക്യൂൾ ആവും. ഇവിടെ അതേപോലെ Cl2 മോളിക്യൂൾ ആയിരിക്കും. അപ്പൊ ഈ കേസിൽ അവിടെ ഉണ്ടാവുന്ന ഇന്റർമോളിക്, കാരണം നോൺ പോളാർ ആവുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഏതാ? നമ്മൾ നേരത്തെ കേട്ടതാണ്, ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഈസ് ദ ഡിസ്പേർഷൻ ഓർ ലണ്ടൻ ഫോഴ്സ് ആയിരിക്കും. ഡിസ്പേർഷൻ ഫോഴ്സ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നോർമലി ഹൈഡ്രജനും ക്ലോറിനും ഒന്നും സോളിഡ് അല്ല. പക്ഷെ ലോവർ ടെമ്പറേച്ചറിൽ, അതായത് ലിക്വിഫൈ ചെയ്ത് ഫർദർ അതിനെ സോളിഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിലെ കൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ H2 മോളിക്യൂൾ ആവാം, Cl2 മോളിക്യൂൾ ആവാം, അതേപോലെ N2 ആവാം, O2 ആവാം, ലൈക്ക് ദാറ്റ്. അപ്പോൾ അന്നേരം അവിടെ ഉണ്ടാവുന്ന ഇന്റർമോളിക്കുലർ ഫോഴ്സ് ദ വീക്ക് ഡിസ്പേർഷൻ ഫോഴ്സ് എന്ന് പറയും. ഇനി ഈ സോളിഡിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഓൾറെഡി നോൺ കണ്ടക്ടിങ് ആണ്, അതേപോലെ ഈസ് ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും ആവൂലേ. കാരണം നോർമൽ കേസിൽ ഇതൊന്നും എന്തല്ല, സോളിഡ് അല്ല. അപ്പോൾ ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും ഈ പറയുന്ന നോൺ പോളാർ മോളിക്കുലർ സോളിഡിനുണ്ടാവും. ഇനി അറ്റ് നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ദേ മേ ബി ഗ്യാഷ്യസ് ഓർ ലിക്വിഡ്, ദേ ആർ നോട്ട് അറ്റ് ഓൾ സോളിഡ്. കാരണം ഇത് നമുക്ക് അറിയാവുന്നതല്ല, ഒരിക്കലും സോളിഡ് അല്ല, ഒന്നെങ്കിൽ ഗ്യാഷ്യസ് ആയിരിക്കും, അതല്ലെങ്കിൽ ലിക്വിഡ് ആയിരിക്കും.
പക്ഷെ സോളിഡ് ആവുന്ന സമയത്ത് നമ്മൾ പറയാം അതൊരു നോൺ പോളാർ മോളിക്കുലാർ സോളിഡിന്റെ ടൈപ്പിലാണ് പറയാം. ഇനി നെക്സ്റ്റ് കേസ് നോക്കേ, പോളാർ. നെക്സ്റ്റ് കേസ് പറയാം, പോളാർ മോളിക്കുലാർ സോളിഡ് എന്ന് പറയാം അല്ലെ. പോളാർ മോളിക്കുലാർ സോളിഡ്, അതായത് പോളാർ കോവാലന്റ് ബോണ്ടുകളുള്ള കോമ്പൗണ്ട്സ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ HCl പറയാലോ, കാരണം HCl ഒരു പോളാർ മോളിക്യൂൾ. അതേപോലെ SO2 പറയാം, സൾഫർ ഡയോക്സൈഡ്. ഇഷ്ടംപോലെ എക്സാമ്പിൾ, നമ്മൾ ജസ്റ്റ് ഒന്ന് രണ്ട് എക്സാമ്പിൾ പറയുന്നതേ ഉള്ളൂ. പക്ഷെ പോളാർ ടൈപ്പിനും നോൺ പോളാർ ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നതാണ്. അപ്പൊ ഇവിടെ മോളിക്യൂൾ പോളാർ ആവുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പറയാം ദർ വിൽ ബി എ ഡൈപോൾ മൊമെന്റ് ഈസ് എക്സിസ്റ്റിംഗ്. അപ്പൊ അവിടെ ഉണ്ടാകുന്ന ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഈസ് ദ ഡൈപോൾ ഫോഴ്സ് ആയിരിക്കും അല്ലെ. ഡൈപോൾ ഫോഴ്സ് അതെന്തായാലും ഈ പറയുന്ന ഡിസ്പേർഷൻ ഫോഴ്സിനേക്കാൾ ഒന്നും കൂടി സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന നോൺ പോളാർ മോളിക്കുലാർ സോളിഡിനേക്കാളും കമ്പാരിറ്റീവ്ലി മെൽറ്റിംഗ് പോയിന്റിൽ ഗ്രേറ്റർ ആയിരിക്കും ഈ പറയുന്ന പോളാർ മോളിക്യൂൾ. എന്നാലും അധികം ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ കാരണം HCl നമുക്ക് ഓൾറെഡി അറിയാം ഗ്യാസ് ആണ്, SO2 ഗ്യാസ് ആണ്. പക്ഷെ മെൽറ്റിംഗ് പോയിന്റ് കമ്പയർ ചെയ്യുമ്പോൾ നോൺ പോളാറിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ പോളാർ മോളിക്കുലാർ സോളിഡ്സിന് ഉണ്ടാവുന്നത് മാത്രം. ഇനി ഓൾറെഡി എന്തിനാണ് ഇപ്പോൾ പോളാർ ഡൈപോൾ മൊമെന്റ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് സോളിഡ്സിൽ സബ്സ്റ്റൻസ് ഒരിക്കലും കണ്ടക്ട് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് പറയാം നോൺ കണ്ടക്റ്റിംഗ് ആണ്. നോൺ കണ്ടക്റ്റിംഗ് ഡൈപോൾ മൊമെന്റ് ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ അതുകൊണ്ട് ഫ്രീ അയോൺസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു സബ്സ്റ്റൻസ് എന്തെന്ന് പറയും കണ്ടക്റ്റിംഗ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതൊരിക്കലും കണ്ടക്റ്റിംഗ് നേച്ചർ അല്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന പോളാർ മോളിക്കുലാർ സോളിഡ്സും ഒരു നോർമൽ ടെമ്പറേച്ചർ പ്രഷറിൽ ഒന്നെങ്കിൽ എന്തായിരിക്കും സോളിഡ് ആയിരിക്കും, ഗ്യാഷ്യസ് ആയിരിക്കും, അല്ലെങ്കിൽ ലിക്വിഡ് ആയിരിക്കും. ലോ ടെമ്പറേച്ചറിൽ മാത്രമാണ് നമുക്കതിനെ സോളിഡിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി തേർഡ് കേസ് നോക്ക് നിങ്ങൾ. ഇത് രണ്ടും അല്ലാത്തൊരു കേസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഹൈഡ്രജൻ ബോണ്ടിലുള്ള എക്സിസ്റ്റ് ചെയ്യുന്ന മോളിക്യൂൾസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് പറയാം ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സ്. അപ്പോൾ ശരിക്കും ഡൈപോൾ ഫോഴ്സിന്റെ ഒരു സ്പെഷ്യൽ കേസ് ആണല്ലോ നമ്മൾ പറയുന്ന ഹൈഡ്രജൻ ബോണ്ട്. ആക്ച്വലി അതൊരു ഡൈപോൾ ഫോഴ്സ് തന്നെയാണ്. പക്ഷെ അതിന് ചില ക്രൈറ്റീരിയ, ചില കേസുകളിൽ മാത്രമേ നമ്മളത് ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയൂ. അപ്പൊ ഇവിടെ ഹൈഡ്രജൻ ബോണ്ടിന് എക്സാമ്പിൾ ഇപ്പൊ കോമൺ ആയിട്ട് പറയും ഇപ്പൊ H2O. ഓക്കെ, H2O എക്സാമ്പിൾ ആണ്. അതുപോലെ HF ഈസ് ആൻ എക്സാമ്പിൾ ആണ്. അതുപോലെ NH3. അങ്ങനെ എല്ലാ കേസിലും നമ്മൾ ഡൈപോൾ ഫോഴ്സ് എല്ലാം നമ്മൾ ഹൈഡ്രജൻ ബോണ്ട് പറയില്ല. എപ്പോഴും നമ്മൾ പറയാം വെൻ ഹൈഡ്രജൻ ഈസ് ബോണ്ടഡ് വിത്ത് മോർ ഇലക്ട്രോനെഗറ്റീവ് ആറ്റംസ് ലൈക്ക് ഒന്നെങ്കിൽ എന്താവാം ഫ്ലൂറിനേറ്റ് ആവണം, അല്ലെങ്കിൽ ഓക്സിജനേറ്റ് ആവണം, അല്ലെങ്കിൽ നൈട്രജൻ. ഇപ്പോൾ നമ്മൾ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയും. അപ്പൊ ഇവിടെ ഈ ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ് പേരുമ്പോൾ തന്നെ ഉണ്ട് ഓൾറെഡി. അതിന്റെ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ബോണ്ട് ആയിരിക്കും. ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഇസ് ദ ഹൈഡ്രജൻ ബോണ്ട് ആണ്. അതേപോലെ കമ്പാരിറ്റീവ്ലി ഈ പറയുന്ന നേരത്തെ ഉള്ള നോൺ പോളാർ മോളിക്കുലാർ സോളിഡിനേക്കാളും പോളാർ മോളിക്കുലാർ സോളിഡിനേക്കാളും കമ്പാരിറ്റീവ്ലി ഗ്രേറ്റർ ആയിരിക്കും ഹൈഡ്രജൻ ബോണ്ട് മോളിക്കുലാർ സോളിഡ്സിന്റെ മെൽറ്റിംഗ് പോയിന്റ്. ദേ ആൾസോ നോൺ കണ്ടക്റ്റിംഗ് ആണ്. ഇനി നേച്ചർ പറയുന്ന സമയത്ത് ഇപ്പോൾ ഈവൻ H2 നമുക്കറിയാം വോളട്ടൈൽ ലിക്വിഡ് ആണ്. പക്ഷെ നോർമലി എന്തല്ല H2 ഒന്നും സോളിഡ് അല്ലല്ലോ. ഇപ്പോൾ ലോ ടെമ്പറേച്ചറിൽ മാത്രമേ നമുക്ക് വാട്ടറിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സോളിഡിഫൈ ചെയ്യാൻ പറ്റൂ. അപ്പൊ ഇവിടെ നമുക്ക് പറയാം ഇൻ ദ നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ദേ മേ ബി ഗ്യാഷ്യസ് ഓർ ലിക്വിഡ് എന്ന് പറയാം. ഓക്കെ, ഇതാണ് ഫസ്റ്റ്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ മോളിക്കുലാർ സോളിഡ് എന്ന് പറയുമ്പോൾ കൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് മോളിക്യൂൾസ് ആയിട്ട് വരുന്ന ആ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ അത് പോളാർ മോളിക്യൂൾ ആവാം, നോൺ പോളാർ മോളിക്യൂൾ ആവാം, ഓർ ഈവൻ ഇൻ ദ ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്യൂൾസ്. അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ മോളിക്കുലാർ സോളിഡ് എന്നുകൊണ്ട് മീൻ ചെയ്യും. ഇനി നോക്ക് നെക്സ്റ്റ് അയോണിക് സോളിഡ്സ് എന്ന് പറയാം. അയോണിക് സോളിഡ്സിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്താ പറയാൻ പറ്റും? ഇപ്പൊ കോമൺ ആണ് നമ്മൾ കേട്ടിട്ടുള്ള NaCl പറയും അല്ലെ, കോമൺ എക്സാമ്പിൾ ആയിട്ട് പറയാം. അതുപോലെ CuSO4 നമുക്ക് പറയാം, അയോണിക് കോമ്പൗണ്ട് ആണ് അല്ലെ. അതേപോലെ KCl പറയാം. ഇങ്ങനെ ഒത്തിരി എക്സാമ്പിൾസ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അയോണിക് സോളിഡിലാവുമ്പോൾ കൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആർ ദി അയോൺസ് ആണ്. ഇപ്പൊ ഇവിടെ Na+Cl- അയോൺ,
Cu2+SO4 2-. അപ്പൊ ഇങ്ങനെയുള്ള അയോൺസ് ആയിട്ടാണ് അത് എക്സിസ്റ്റ് ചെയ്യുക. അപ്പൊ സ്വാഭാവികമായിട്ടും അയോൺ ആവുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഇന്റർമോളിക്കുലർ ഫോഴ്സ് എന്തായിരിക്കും? അയോണിലെ പോസിറ്റീവ് ചാർജ് അയോണും നെഗറ്റീവ് ചാർജ് അയോണും തമ്മിലുണ്ടാവുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് നമ്മൾ അയോണിക് ബോണ്ട് എന്ന് പറയുമല്ലോ. ആ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അപ്പൊ ഇവിടെ അയോണിക് സോളിഡിലെ ഇന്റർമോളിക്കുലർ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈസ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയും അല്ലെ. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഈസ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന മോളിക്കുലർ സോളിഡിലുള്ളതിനേക്കാളും അട്രാക്റ്റീവ് ഫോഴ്സസ് ഗ്രേറ്റർ ആണ്. അപ്പൊ നമ്മൾ പറയും ദേ ഹാവ് ദ ഹൈ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയും അല്ലെ. മെൽറ്റിംഗ് പോയിന്റ് ഹൈ ആയിരിക്കും. ഹൈ മെൽറ്റിംഗ് പോയിന്റ്. ഈ വാട്ട് അബൌട്ട് ദി കണ്ടക്റ്റിംഗ് പ്രോപ്പർട്ടി? കണ്ടക്റ്റിംഗ് പ്രോപ്പർട്ടി പറയുമ്പോൾ ഇപ്പോൾ അയോണിക് സോളിഡ് സ്റ്റേറ്റിൽ എന്തായാലും ഇപ്പോൾ സോഡിയം ക്ലോറൈഡ് കണ്ടക്ട് ചെയ്യില്ലല്ലോ. ഇപ്പോൾ സോഡിയം ക്ലോറൈഡിന്റെ ഒരു ക്രിസ്റ്റൽ എടുത്ത് അതിലൂടെ നമ്മൾ ഇലക്ട്രിസിറ്റി ഒരിക്കലും സോളിഡ് സ്റ്റേറ്റ് പാസ് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ അതിനകത്ത് അയോൺസ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുമ്പോഴാണ് മൊബിലിറ്റി ഉണ്ടാകുമ്പോൾ മാത്രമല്ലേ സബ്സ്റ്റൻസിന് കണ്ടക്റ്റിംഗ് എന്ന് പറയാൻ പറ്റും. അപ്പൊ സോളിഡിൽ നോൺ കണ്ടക്റ്റിംഗ് ആണ്. ആ സമയത്ത് കണ്ടക്റ്റിംഗ് ഇൻ മോൾട്ടൺ ഓർ സൊല്യൂഷൻ സ്റ്റേറ്റ് എന്ന് പറയാം കേട്ടോ. കണ്ടക്റ്റിംഗ് ഇൻ ദ മോൾട്ടൺസ് ഓർ സൊല്യൂഷൻ സ്റ്റേറ്റ്. സോളിഡിലെ നോൺ കണ്ടക്റ്റിംഗ് ആണ്. ഇനി അത് കൂടാതെ അയോണിക് സോളിഡ്സ് എന്ന് പറയുമ്പോൾ ദേ ആർ ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ ആയിരിക്കും. ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ അല്ലെ. ഇപ്പോൾ ഒരു സോഡിയം ക്ലോറൈഡിന്റെ വലിയൊരു ക്രിസ്റ്റൽ എടുത്ത് നമ്മൾ നിലത്തിടുക, അതെന്തായിരിക്കും? അത് ബ്രേക്ക് ചെയ്ത് ചെറിയ ചെറിയ ക്രിസ്റ്റൽസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ദേ ആർ ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ ഇൻ നേച്ചർ. ആണ് അയോണിക് സോളിഡിന്റെ പ്രത്യേകത. ഇനി തേർഡ് ടൈപ്പ് ഈസ് ദ മെറ്റാലിക് സോളിഡ്. ആ പേരിലുള്ള പോലെ തന്നെ മെറ്റൽസ് എക്സാമ്പിൾ പറയുമ്പോൾ അയൺ പറയാം, കോപ്പർ പറയാം, അതുപോലെ ഗോൾഡ് പറയാം. ഇനി എക്സാമ്പിൾ ഇനി മെറ്റലിനെ സംബന്ധിച്ചിടത്തോളം കൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് മെറ്റൽ ആറ്റംസ് ആയിരിക്കും. അതായത് മെറ്റാലിക് ബോണ്ട് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ചാർജ് ഉള്ള മെറ്റൽ അയോൺസ് ആർ എംബഡഡ് ഇൻ എ സീ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയാം. അതാണ് മെറ്റാലിക് ബോണ്ട്. പിന്നെ നമ്മൾ പഠിക്കുന്നതാണ് മെറ്റാലിക് ബോണ്ട് എന്നുള്ള കൺസെപ്റ്റ്. അപ്പൊ ഇവിടെ മെറ്റാലിക് സോളിഡ്സിലെ ഇന്റർമോളിക്കുലർ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മെറ്റാലിക് ബോണ്ടിങ് ഇസ് ദ മെറ്റാലിക് ബോണ്ടിങ്. മെറ്റാലിക് ബോണ്ടിങ് എന്ന് പറയുമ്പോൾ ശരിക്കും മെറ്റൽ ആറ്റംസ്, അതായത് ഇലക്ട്രോൺസ് ഈസ് എ ക്ലൗഡ് ഓഫ് ഇലക്ട്രോൺ എന്നാ പറയാം. സി ഓഫ് ഇലക്ട്രോൺ എന്നാണ് നമ്മൾ സാധാരണ പറയാറ്. അപ്പൊ അങ്ങനെ ഒരു സ്പെഷ്യൽ കേസ് നമ്മൾ ഡീറ്റെയിൽ ആയി പിന്നീട് പഠിക്കും മെറ്റാലിക് ബോണ്ട്. ഇനി എന്തായിരിക്കും അടുത്ത പ്രോപ്പർട്ടി പറയുമ്പോൾ? മെറ്റാലിക് സോളിഡ്സ് കണ്ടക്റ്റിംഗ് ആണ്. ഈവൻ സോളിഡിൽ തന്നെ അതെന്താണ്? കണ്ടക്റ്റിംഗ്. കാരണം ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ കണ്ടക്റ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ടാവും, അതേപോലെ തെർമൽ കണ്ടക്റ്റിംഗ് പ്രോപ്പർട്ടിയും ഒരു മെറ്റാലിക് സോളിഡ്സിന് ഉണ്ടാവും. കാരണം ഇഷ്ടംപോലെ ഫ്രീ ഇലക്ട്രോൺസ് അതിനകത്തുണ്ടെന്നർത്ഥം. വാട്ട് അബൌട്ട് നെക്സ്റ്റ്? മെൽറ്റിംഗ് പോയിന്റ് ഹൈ ആയിരിക്കും അല്ലെ. ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും. മെൽറ്റിംഗ് പോയിന്റ് ഈസ് ഹൈ ആണെന്ന് പറയും. അതാണ് ഇപ്പോൾ ഒരു മെറ്റാലിക് സോളിഡിന്റെ പ്രത്യേകത. ഇനി ലാസ്റ്റ് വൺ ഈസ് ദ കോവാലന്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ്. അപ്പൊ കോവാലന്റ് ഓർ നെറ്റ്വർക്ക് സോളിഡിന്റെ എക്സാമ്പിൾ നമുക്ക് ഏതാ പറയാം? അതായത് വൺ ഈസ് ദ ഡയമണ്ട്. അതുപോലെ ഗ്രാഫൈറ്റ് പറയാം, ഗ്രാഫൈറ്റ്. അതുപോലെ സിലിക്കൺ കാർബൈഡ്, SiC, സിലിക്കൺ കാർബൈഡ്. നമ്മൾ പറയും കാർബോറണ്ട് എന്നൊക്കെ പറയും. കഴിഞ്ഞ വർഷം നമ്മൾ കേട്ടതാണ്. ഇതൊക്കെ കോവാലന്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ്. എന്തിന്റെ പ്രത്യേകത? ഇവിടെ ഇപ്പോൾ ഈവൻ ഡയമണ്ട് ആണെങ്കിലും ഗ്രാഫൈറ്റ് ആണെങ്കിലും ഇറ്റ്സ് കൺസിസ്റ്റ് ഓഫ് ദി നോൺ മെറ്റൽ കാർബൺ ആറ്റംസ്. അപ്പൊ ആ കാർബൺ ആറ്റംസ് കോവാലന്റ്ലി ബോണ്ടഡ് ആണ്. അപ്പൊ ഇവിടെ കോവാലന്റ് സോളിഡിന്റെ കേസ് നമുക്ക് പറയാം
കൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസ് ആർ ദി, എങ്ങനെ പറയാം, അതായത് കോവാലന്റ്ലി ബോണ്ടഡ് നോൺ മെറ്റൽ ആറ്റംസ് എന്ന് പറയാം. കോവാലന്റ്ലി ബോണ്ടഡ് നോൺ മെറ്റൽ ആറ്റംസ് എന്ന് പറയും. നോൺ മെറ്റൽ ആറ്റംസ് അല്ലേ? നോൺ മെറ്റൽ ആറ്റംസ് കോവാലന്റ്ലി ബോണ്ടഡ്, അതായത് ഡയമണ്ട് ഗ്രാഫൈറ്റിന്റെ ഒക്കെ കേസ് പറയുമ്പോൾ തന്നെ they have a 3-dimensional network structure എന്നാ പറയും. അതുകൊണ്ട് തന്നെ the covalent or network solids are also called giant molecules എന്ന് പറയും. Giant, they are also called giant molecules. ശരിയല്ലേ? ഇപ്പോ ഡയമണ്ട് ഗ്രാഫൈറ്റ് ഒക്കെ ഒരു 3-dimensional നെറ്റ്വർക്ക് സ്ട്രക്ചറിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ ദേ ആർ ആൾസോ കോൾഡ് giant molecules. ഇനി വേറെ എന്ത് പ്രത്യേകത കാണാം? ഇപ്പൊ കണ്ടക്റ്റിംഗ് പ്രോപ്പർട്ടി പറയുമ്പോൾ ഈവൻ ഗ്രാഫൈറ്റിന്റെ കേസ് നമുക്ക് പറയാം, ഗ്രാഫൈറ്റ് എന്താണ്, കണ്ടക്റ്റിംഗ് ആണ്. കാരണം ഗ്രാഫൈറ്റും ഡയമണ്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്ട്രക്ചറിലുള്ള ഡിഫറൻസ് ആണ് ഡയമണ്ടിനെയും ഗ്രാഫൈറ്റിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. കാരണം ഗ്രാഫൈറ്റ് കണ്ടക്റ്റിംഗ് പ്രോപ്പർട്ടി ആവുന്നത് ഒരു ലെയേർഡ് സ്ട്രക്ചർ ആണ്, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പൊ ജനറലി പറയുന്ന സമയത്ത് നോൺ കണ്ടക്റ്റിംഗ് ആണ് എക്സെപ്റ്റ് ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് ഈസ് കണ്ടക്റ്റിംഗ് ആണ്, പക്ഷെ പൊതുവെ നമുക്ക് പറയാം ദ കോവാലന്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ്സ് ആർ നോൺ കണ്ടക്റ്റിംഗ് എക്സെപ്റ്റ് ഗ്രാഫൈറ്റ്. ഇനി പിന്നെ മെൽറ്റിംഗ് പോയിന്റ് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഡയമണ്ട് ഗ്രാഫൈറ്റ് ഒക്കെ 3-dimensional നെറ്റ്വർക്ക് സ്ട്രക്ചർ കാരണം തന്നെ ദേ ഹാവ് ദ വെരി ഹൈ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയാം അല്ലെ? വെരി ഹൈ മെൽറ്റിംഗ് പോയിന്റ്. അപ്പൊ ഇത്രയാണ് ഈ പറയുന്ന ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ 4 ടൈപ്പ് എന്ന് പറയും. അപ്പൊ ഇവിടെ നോക്കൂ, നമ്മൾ ജസ്റ്റ് സോളിഡിലെ കൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടി, ക്രിസ്റ്റലൈൻ സോളിഡിലെ കൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിളിലെ ഇന്റർമോളിക്കുലർ ഫോഴ്സ് അനുസരിച്ചാണ് നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തത്. അതിൽ മോളിക്കുലർ സോളിഡ് പറഞ്ഞു, കൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസ് മോളിക്യൂൾസ് ആയിരിക്കും എന്ന് പറഞ്ഞു. അതിൽ തന്നെ മോളിക്യൂള് നോൺ പോളാർ വരുന്ന കേസുണ്ട്, പോളാർ വരുന്ന കേസുണ്ട്, ഹൈഡ്രജൻ ബോണ്ട് വരുന്ന കേസ്. പിന്നെ പറയുന്നത് അയോണിക് സോളിഡ് ആണ്, കൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസ് അയോൺസ് ആയിരിക്കും. അതുപോലെ മെറ്റാലിക് സോളിഡ്സ് കൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് മെറ്റൽ ആറ്റംസ് ആയിരിക്കും. പിന്നെ ഉള്ളത് കോവാലന്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ്സ് എന്നർത്ഥം. അപ്പൊ ഇവിടെ നമ്മൾ ഇപ്പോൾ ഈ ചാപ്റ്ററിന്റെ ബേസിക് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ ഫസ്റ്റ് കേസിൽ ഇപ്പോൾ ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ് സോളിഡ് എന്നുള്ള ക്ലാസിഫിക്കേഷനും അതേപോലെ ടൈപ്സ് ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ് എന്നുള്ളത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇനി ഇതിന്റെ ബാക്കി വരുന്ന, അതായത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ സ്ട്രക്ചറിന്റെ ഇന്റേണൽ സ്ട്രക്ചറുമായി, സോളിഡിന്റെ ഇന്റേണൽ സ്ട്രക്ചറുമായി റിലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റിൽ ഇവിടെ നിർത്തുകയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ടുള്ള കൺസെപ്റ്റുകൾ എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം.